മഴക്കാലത്ത് ഉള്ള ഒരു ഔഷധം നമുക്ക് ഉണ്ടാക്കാം. അതായത് ജലദോഷം, ചെറിയ പനി ഇവയെല്ലാം വരുമ്പോൾ നമ്മൾ ഈ ഒരു കഷായം ഉണ്ടാക്കി കുടിച്ചാൽ 2-3 ദിവസം കുടിച്ചു കഴിയുമ്പോൾ അത് നിശേഷം മാറും. എനിക്കത് അനുഭവമാണ്. അപ്പം നമുക്ക് അതിലോട്ട് കിടക്കാം. ഇതുപോലെ 5 ആടലോടത്തിൻ്റെ ഇലയാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ എനിക്കിത് എന്താണ് പേര് പറയണമെന്ന് അറിഞ്ഞൂടാ. ഇത് നമുക്ക് സുപരിചിതമായ തുളസി ഇല. ഇതിൻ്റെ നാരെടുത്തതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കാനുള്ളത്. ആടലോടത്തിൻ്റെ നാരെടുത്ത് നമുക്ക് കളയതിന് ശേഷം ഇതുപോലെ അരിഞ്ഞ് തുളസി ഇലയുമായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതായത് 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. 3 കൊന്ത് തുളസി ഇല. കൂട്ടുകാരെ, ഇത് 1 സ്പൂൺ ജീരകം, 1.5 സ്പൂൺ കുരുമുളക്, പിന്നെ 150 ഗ്രാം കരിപ്പ് വെട്ടിയാണ് ഈ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 2 ഗ്രാമ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിൽ വെച്ച് തിളപ്പിച്ച് 1.5 ഗ്ലാസ് നമുക്ക് 1 ഗ്ലാസ് ആക്കി എടുക്കണം. അതിനുവേണ്ടി നമുക്കത് അടുപ്പത്ത് വയ്ക്കാം. ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് അതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായി അതിന് ചേരുന്ന ചേരുവകൾ നമുക്ക് ചേർക്കാം. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ചേരുവകൾ ചേർക്കാം. ജീരകം, കരിപ്പൂട്ടി, കുരുമുളക് മുതലായ സാധനങ്ങളാണ് ചേർത്തിട്ടുള്ളത്. 2 ഗ്രാമ്പ്. അപ്പോൾ കൂട്ടുകാരെ, ഇത് നമുക്ക് ചെറിയ തീയിൽ നമുക്ക് 1 ഗ്ലാസ് ആകുന്നത് വരെ നമുക്കതിനെ തിളപ്പിച്ച് വറ്റിക്കണം. അതിനുവേണ്ടി നമുക്ക് ഈ അടപ്പ് വെച്ച് അടച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ മഴക്കാലത്തുള്ള കഷായം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് അരിപ്പൊഴിക്കാം. അപ്പോൾ കൂട്ടുകാരെ, 1.5 ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് നമ്മൾ 1 ഗ്ലാസ് ആക്കി ഈ ഔഷധ കൂട്ട് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ രുചി എങ്ങനെയാണെന്നൊന്ന് നോക്കാം. സൂപ്പറായിട്ടുണ്ട്. കൂട്ടുകാരെ, എല്ലാവരും വന്നത് ഉണ്ടാക്കി ഈ മഴ സമയത്ത് കഴിച്ചു നോക്കണം. നമുക്കുണ്ടാകുന്ന ജലദോഷം, ചെറിയ പനി ഇതെല്ലാം ഈ ഒരു ഔഷധക്കൂട്ടിൽ ഇത് പോകും. ഇത് ഞാൻ കഴിച്ചു നോക്കിയിട്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. എല്ലാവർക്കും, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത കാലത്ത് തന്നെ കണ്ടുമുട്ടാം.